നാവിൽ തൊട്ടപ്പോൾ നാവ് കൊണ്ട് അതുവരെ സംസാരിച്ച സമയത്ത്, അതിന് മുൻപ് സംസാരിച്ച സമയത്തെ പോലെയല്ല, തീ തൊട്ട സമയം മുതൽ സംസാരിച്ചത്. മനസ്സിലായവർക്കായി സ്തോത്രം. ആത്മാവ് തൊട്ടുകഴിഞ്ഞ ഒരുവന്റെ സംസാരത്തിങ്കൽ മറ്റൊരുവന് രൂപാന്തരം വരും. വാഗ്ദത്ത ആത്മാവിനെ ദൈവം അയച്ചപ്പോഴും 120 പേർ മാളിക മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവർക്ക് അനുഭവം ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. കൊടിയ കാറ്റടിക്കുന്ന പോലെ അത് വീട് മുഴുവനും, മീൻസ് അവരിരുന്ന മുറി മുഴുവനും നിറച്ചു. എന്നിട്ട് അഗ്നിജ്വാല പോലെ കണ്ടോ, നാവുകൾ അവരുടെ മുൻപിൽ പ്രത്യക്ഷമായി. കൂടിയിരുന്ന 120 പേരുടെ നാവിന്റെ മേൽ ഈ തീ തൊടാൻ തുടങ്ങി. സ്തോത്രം. തീ തൊട്ടപ്പോൾ ഒത്തിരി ഭാഷക്കാർ അവിടെ ഉണ്ട്. അവരെല്ലാം ആശ്ചര്യപ്പെട്ട് ഇവരെ നോക്കി നിൽക്കുകയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. മറ്റുള്ളവർ എക്സൈറ്റഡ് ആകത്തക്ക നിലകളിൽ ആത്മാവ് നിന്നിൽ ഇടപെടാൻ തുടങ്ങും. ഈ തീ അങ്ങ് ഇടപെടാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് പകൽ? ഓ, നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രക്ഷകനായ ദൈവം, ഈ വിടുതലിന്റെ ദൈവം അകത്ത് ആത്മാവിനെ അയച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ഒരു ആശ്ചര്യമാക്കി മാറ്റും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ചിട്ട് ഇവർ മത്തരായിരിക്കുകയാണ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശക്തമായ പ്രസംഗം നടത്തുകയാണ്. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങള് പുതുവീഞ്ഞു കുടിച്ച് മത്തരായിട്ടൊന്നുമല്ല. മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു നോക്കുകയാണ്. ഇവർ ഗലീലക്കാരല്ലേ, മുഖ്യന്മാരല്ലേ, ഇവർക്ക് നമ്മുടെ ഭാഷയിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ പത്രോസ് നിന്ന് പറയുകയാണ്, ഞങ്ങൾ പുതുവീഞ്ഞു കുടിച്ചിട്ടൊന്നുമല്ല. ദൈവം വാഗ്ദത്ത ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞു. യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിച്ചതാണെന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള സുവിശേഷവും കൂടെ പറയുകയാണ്. ആളുകൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. എപ്പോൾ അകത്ത് തീ വരുന്നോ ആ തീ നിന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കും. തീ നാവിൽ തൊട്ടപ്പോൾ നാവ് കൊണ്ട് അതുവരെ സംസാരിച്ച സമയത്ത്, അതിന് മുൻപ് സംസാരിച്ച സമയത്തെ പോലെയല്ല, തീ തൊട്ട സമയം മുതൽ സംസാരിച്ചത്. മനസ്സിലായവർക്കായി സ്തോത്രം. ആത്മാവ് തൊട്ടുകഴിഞ്ഞ ഒരുവന്റെ സംസാരത്തിങ്കൽ മറ്റൊരുവന് രൂപാന്തരം വരും. എത്ര പേർ മനസ്സിലാക്കിയെടുത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നുണ്ട്? മറ്റൊരുവന് രൂപാന്തരം വരത്തക്ക നിലകളിൽ ദൈവം നിന്റെ നാവിന്റെ മേൽ തൊടുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.